ഇടയ്ക്ക് ഇതുപോലെ ഒരു മിനി വ്ളോഗൊക്കെ എടുത്ത് ഉഷാറായി വരണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഫോൺ എടുത്തിട്ട് തന്നെ കുറേ ദിവസങ്ങളായി. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അച്ഛനും അമ്മക്കും വയസ്സായി എന്നുള്ളത് ആലോചിച്ചിട്ട് വെറുതെ ഇരുന്ന് കരയുക, അവർക്ക് സുഖമില്ലാണ്ടാവും, ഓരെടുത്ത് ആരാണുള്ളത്, അങ്ങനെയൊക്കെ ആലോചിച്ച് വെറുതെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ട് കരയുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കലാപരിപാടി. അതിൻ്റെ ഇടയ്ക്ക് വലിയ പ്രതിജ്ഞയൊക്കെ എടുത്തിന്. ശനിയാഴ്ച എന്തായാലും ആരും കാത്തിക്കണ പരിപാടിയില്ല. ശനിയാഴ്ച ആകുമ്പോൾ എന്തായാലും ഇവിടെ ചായയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. വലിയ ദൂരമൊന്നും ഇല്ലല്ലോ, കോഴിക്കോടല്ലേ. അപ്പോൾ അവിടെ വരെ പോയി അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെയൊക്കെ നിന്ന് ഞായറാഴ്ച ആകുമ്പോൾ അങ്ങോട്ട് തിരിച്ച് പോരാന്ന് വിചാരിക്കും. പിന്നെ ശിഖമോളും ചെറുതല്ലേ, അപ്പോൾ ഓക്ക് ഡാൻസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഓളെ ഇവിടെ ഇട്ടേച്ച് പോകാനും തോന്നൂല. അങ്ങനെ എല്ലാം കൂടി പിന്നെയും ഡൗൺ ആവും കാര്യം, പിന്നെയും നമ്മളെ കയ്യിൽ നിന്ന് പോവും. പിന്നെ അച്ഛനും അമ്മയും വിളിക്കുമ്പോൾ ഓരറിഞ്ഞുകൊണ്ട് പറയണതല്ല, ഓരോട് ഞാൻ ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടുമില്ല കേട്ടോ. എനിക്കിങ്ങനെ ഭയങ്കര സങ്കടമാണെന്നുള്ളതൊന്നും. ഓരോ വിളിക്കുമ്പോൾ അമ്മക്ക് വയ്യ അല്ലെങ്കിൽ അച്ഛന് വയ്യാണ്ടാവും, ഞങ്ങൾ എന്താ ചെയ്യുക മക്കളെ, ഞങ്ങൾ എന്താ ചെയ്യുക, അങ്ങനെയുള്ള ആ ഒരു ചോദ്യം കൂടി കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ പൂർത്തിയായി സംഗതി. അപ്പോൾ അങ്ങനെ വല്ലാണ്ട് മനസ്സിങ്ങനെ കൈവിട്ടൊരവസ്ഥയിലാണ്. അപ്പോൾ എത്രത്തോളം ഇത് ഞാൻ പറയുമ്പോൾ കുറേ ആൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റൂട്ടെ. ഈ പെൺകുട്ടികൾ മാത്രമുള്ള കുട്ടികൾക്ക് ശരിക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ പെൺമക്കളെ കല്യാണം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ അച്ഛന്മാരെയും അമ്മമാരെയും പിന്നെയുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. അത് ആലോചിച്ച് കഴിയുമ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു എത്തും പിടിയും കിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ കുറച്ചും കൂടി പ്രായം കൂടി ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വിഷ്വൽ എന്ന് പറയുന്നത് ഞങ്ങൾ കോഴിക്കോട് എത്തിക്കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഞങ്ങളിതാ പുറത്തേക്കൊക്കെ ഒന്ന് പോയി. അനിയത്തിയും മക്കളും ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് പോയി. സുപ്രഭാതം എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലുണ്ട്. എൻ്റെ അനിയത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹോട്ടലാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇതാ ഫുഡൊക്കെ കഴിക്കണേ കുറച്ച് ക്ലിപ്പിങ്സൊക്കെയാണ് കേട്ടോ. മസാല ദോശയൊക്കെ കൂട്ടി അടിപൊളി കേട്ടോ. എന്താ പറയുക, ഒരു അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് അത്രത്തോളം അങ്ങനെ വലിയ മാരകമായ ടേസ്റ്റ് അങ്ങനെയുള്ളത് പറയാൻ മാത്രമൊന്നും ഇല്ലെങ്കിലും നമുക്ക് തരുന്ന സാധനം നല്ല ക്വാളിറ്റി സാധനങ്ങളായിട്ട് തോന്നിയിട്ട് അത് നമ്മൾ കഴിക്കുമ്പോൾ അറിയില്ല നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്, ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഫസ്റ്റ് ക്ലാസ് ഫുഡായിട്ട് തന്നെ തോന്നി. അപ്പോൾ അവിടുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കോഴിക്കോട് കൂടി വെറുതെ ഒരു രാത്രി ഇതുപോലെ വെറുതെ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകാൻ തന്നെ ഒരു രസമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഇതാ ഫുള്ള് തിരക്കാണ് കേട്ടോ. ബീച്ച് സൈഡിലൊക്കെ ഫുള്ള് തിരക്കാണ്. അവിടെയൊന്നും പാർക്ക് ചെയ്യാനേ സ്ഥലമില്ല. ഞങ്ങൾ അവിടേക്കൊന്ന് പോയി കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ കാറും കൊണ്ട് പോയാലൊന്നും നടക്കൂല. അപ്പോൾ അങ്ങനെ അവിടുന്ന് രാത്രി തമ്മിലുള്ള ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടക്കുകയാണ്.